നമസ്കാരം. ദി ഐഡം റിസാല അപ്ഡേറ്റ് ഇന്ററാക്ഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ നിയമത്തിന്റെ നിയമ സമ്പ്രദായത്തിന്റെ നിയമവ്യവസ്ഥയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്താണ് ഇന്ന് ഇന്ററാക്ഷൻസ് നടക്കുന്നത്. 1800-കളിൽ ആരംഭിച്ച ഇന്ത്യൻ പീനൽ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്ടും 1970-കളിൽ പ്രാബല്യത്തിൽ വന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ഒരു ക്രിമിനൽ പ്രൊസീജിയർ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്ന ദിവസമാണ് ഈ ദിവസം, ജൂലൈ 1, 2024. ഈ വലിയ മാറ്റത്തെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അടക്കമുള്ള ഇന്ത്യൻ നിയമ സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, സുപ്രീം കോടതിയിലെയും മറ്റ് ജുഡീഷ്യൽ വ്യവസ്ഥകളിലെയും ഉള്ള പ്രധാനപ്പെട്ട അഭിഭാഷകർ, നിയമപണ്ഡിതന്മാർ, ഇവരെല്ലാവരും ഇത്തിരി അങ്കലാപ്പോടെയും ഇത്തിരി ഞെട്ടലോടെയും ഒക്കെയാണ് ഈ വലിയ മാറ്റത്തെ നോക്കിക്കാണുന്നത്. ഇത് എങ്ങനെ പ്രാവർത്തികമാകും എന്നതിനെ പറ്റിയുള്ള സംശയങ്ങളുണ്ട്. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ ഇതിൻ്റെ പ്രായോഗികത എങ്ങനെ വരും ദിവസങ്ങളിൽ അത് വെളിവാക്കപ്പെടുമെന്നതിനെ പറ്റിയുള്ള സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഇതിൻ്റെ കടന്നു വന്ന ഈ നിയമ മാറ്റങ്ങൾ കടന്നു വന്ന വഴി, ഇത് ഭാവിയിൽ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ സ്വാധീനിക്കാൻ പോകുന്നത്, അതിലെന്തൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ ചർച്ച ചെയ്യാൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരനായ, കേരളീയനായ, തലശ്ശേരിക്കാരനായ അഡ്വക്കേറ്റ് മുസ്തഫ സഫീർ ദുബായിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് മുസ്തഫ സഫീർ, നമ്മൾ വളരെ അക്കാദമികമായ ഒരു വിഷയത്തിലേക്കാണ് കിടക്കുന്നത്. അതിൽ പ്രാവർത്തികമായ തലങ്ങളുണ്ട്. താങ്കൾ 5 ഭൂഖണ്ഡങ്ങളിൽ നിയമ വ്യവഹാരം നടത്തുന്ന ഒരു അഡ്വക്കേറ്റാണ്, ഒരു ഇന്റർനാഷണൽ ലോയറാണ്. ഇന്ത്യയിൽ താങ്കൾക്ക് പ്രാക്ടീസ് ഉണ്ട്, UAE പ്രാക്ടീസ് ഉണ്ട്, UK പ്രാക്ടീസ് ഉണ്ട്, US പ്രാക്ടീസ് ഉണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്. അങ്ങനെ ഒരു ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ഒരു നിയമവ്യവഹാരത്തിന്റെ ഒരു അനുഭവം നിങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളെ, ഇപ്പോൾ വളരെ സമഗ്രമായിട്ടുള്ള മാറ്റമാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനെപ്പറ്റി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, നമ്മൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊളോണിയൽ ഭാരം നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് എന്നാണ് യൂണിയൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ, ഈ മാറ്റത്തെ നോക്കിക്കാണുന്നത്? മാറ്റത്തെ എല്ലാ നിയമങ്ങളും മാറ്റപ്പെടേണ്ടതാണ് എന്നുള്ള ഒരഭിപ്രായമാണ് എനിക്ക് പേഴ്സണലായിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമങ്ങൾ എന്തായാലും അത് കാലക്രമത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് സമൂഹത്തിന്റെ ആവശ്യകത. പക്ഷെ ആ മാറ്റങ്ങൾ എല്ലാ രീതിയിലും എല്ലാ തലത്തിലും ചർച്ച ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ എല്ലാവരുടെയും ഇൻട്രഡക്ഷനിൽ പറഞ്ഞ ആകാംക്ഷകളും അങ്കലാപ്പുകളും ആവലാതികളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് ജനാധിപത്യ രാഷ്ട്രത്തെ വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പോ ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിന്റെ പേരുകളിൽ തന്നെയുള്ള മാറ്റം. ഇംഗ്ലീഷ് പേരിന് പകരം സംസ്കൃതത്തിലുള്ള പേരുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത് നോക്കാതെ പറയാൻ പറ്റില്ല. ഭാരതീയ ന്യായ സംഹിത, സംഹിത അത് ഹിന്ദിയിലേക്ക് പറഞ്ഞ അതിന് എഴുതുന്നതാണ്. എന്നാ എഴുതുന്നത്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ആൻഡ് ഭാരതീയ സാക്ഷ്യ അഗ്നി. അതിന് അതാണ് എവിഡൻസ് ഫോർ ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ ഓഫ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, എവിഡൻസ് അത് സാധനങ്ങളാണ്. സംശയം ഉന്നയിക്കുന്നത് ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ കൊളോണിയലിസം തന്നെ പറയുന്നത് ഇംഗ്ലീഷുകാരുടെ ഒരു സംഭാവനയായിരുന്നു ഇന്ത്യയിലുള്ള നിയമസം. അന്ന് ഇങ്ങനെ ഒരു യൂണിയനായിട്ട് ഒരു രാജ്യമായിട്ട് നിൽക്കുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാട്, ചിലപ്പം വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടായിരുന്നു. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ
രാജാക്കന്മാരുടെയും മുഗൾ രാജാക്കന്മാരും മറ്റുപോലെ തന്നെയുള്ള മറ്റ് വിവിധ രാജാക്കന്മാരും നാട്ടുരാജ്യങ്ങളയച്ച് കഴിഞ്ഞ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ത്യ എന്നുള്ള സ്റ്റേറ്റ് ഉണ്ടായിട്ട് വിവിധ രാജ്യങ്ങളും ആദ്യങ്ങളിലൊക്കെ തന്നെ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള ലോക്കൽ ലോസ് ഉണ്ടായി, ലോക്കലായിട്ടുള്ള നിയമങ്ങളുണ്ടായി ആ ഓരോ രാജ്യങ്ങളും. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഒരുവിധം എല്ലാ ഇതും കൂടിയിട്ടൊരു യൂണിയൻ പോലെയായിട്ടാണ് ഇന്ത്യ എന്നുള്ള ഇപ്പോഴത്തെ പാകിസ്ഥാൻ അടക്കമുള്ളത്. അപ്പോൾ അവിടെ നടപ്പിലാക്കാൻ അവർ കൊണ്ടുവന്നത് അവിടെ ഒരു ചെറിയ ഐഡന്റിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളാണ്. അവിടെ ഇന്ത്യൻ പീനൽ കോഡിലൊക്കെ തന്നെ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും, അതിൽ കുറേയൊക്കെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കണ്ടുകൊണ്ടുള്ള ഒരു ഘടനയാണ് അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ UK പ്രാക്ടീസ് ചെയ്യും. UK ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിൽ കള്ളൻ കയറിയാൽ കള്ളനെ അടിച്ചു കഴിഞ്ഞാൽ അടിച്ച വീട്ടുകാർക്കെതിരെയാണ് കേസ്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ എത്തി നിൽക്കുക കള്ളന് റൈറ്റ്സ് വേണമെന്നുള്ള, അതായത് ആക്രമിക്കാൻ പാടില്ല. ഒരാൾ ആക്രമിച്ച് കയറി കഴിഞ്ഞാൽ ആക്രമിക്കാൻ പാടില്ല ഇംഗ്ലീഷ് നിയമം വന്ന് നിൽക്കുമ്പോൾ അത് ഉയർത്തുന്ന ഒരു പല സന്ദേഹങ്ങളും ആകുലതകളുണ്ട്. ഞാനൊരു കമ്പാരിസൺ നമ്മളുടെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പേ ഇപ്പോഴുള്ള ഒരു നമ്മളുടെ ലീഗൽ സിസ്റ്റങ്ങളിലുള്ള ഒരു എന്താ പറയുക, സാധാരണ ജനങ്ങൾക്കുള്ള ഭയവിഹ്വലതകളാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇതെല്ലാം വെച്ച് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്നൊക്കെ പലപ്പോഴും പറയാനുണ്ടായിരുന്നു, ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ അഭിഭാഷകരൊക്കെ UAE നിയമമൊന്നുമില്ല അല്ലേ, അവിടെ എന്ത് വന്നാലും ശിക്ഷയാണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് UAE നിയമത്തിൻ്റെ എന്ന് പറയുന്നത് അതൊരു സിവിൽ ലോ സിസ്റ്റം. സിവിൽ ലോ സിസ്റ്റം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ ബേർഡൻ വാസ് കൊണ്ട് അക്യൂസ് യു പ്രൂവ് ദാറ്റ് ഈസ് ഇന്നസെന്റ്. അതെ അതെ, നമ്മൾ കോമൺ ലോ ഫോളോ ചെയ്തത് കൊണ്ട് ബേർഡൻ ഈസ് ഓൺ ദ പ്രോസിക്യൂഷൻ ടു പ്രൂവ് ദാറ്റ് other person is guilty. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് ഞങ്ങൾ ഇനി ഈ വരുന്ന പുതിയ നിയമസംഹിതകളെയും പുതിയ അമെൻമെന്റിനെയും കുറിച്ചും ആലോചിക്കേണ്ടതും സംസാരിക്കണം. നമ്മൾ അതിൽ മറ്റുള്ള രീതിയിലുള്ള യാതൊരുവിധ കാഴ്ചപ്പാടുകളും നോക്കാം. ഇത് ശരിക്കും നമ്മളുടെ സൊസൈറ്റി, നമ്മളുടെ കമ്മ്യൂണിറ്റി അതൊരു നിയമത്തിൻ്റെ പരിരക്ഷ നൽകുന്നതാകും. അതല്ല ഈ നിയമങ്ങൾ അവരെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണതകളിലേക്കോ നയിക്കുമോ എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ എടുത്തു കാണപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഈ അറസ്റ്റിന് വേണ്ടി നൽകിയിട്ടുള്ള വളരെ വലിയ വിശാലമായ, അതായത് ഏതൊരു തരത്തിലും അറസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു സംഭവം. അതുപോലെ തന്നെ ഈ കസ്റ്റഡിയിൽ വെക്കുന്നതിന്റെ സമയം അത് വളരെയധികം വ്യാപകമാക്കി മാറ്റി. ഇപ്പൊ തന്നെ നമ്മുടെ നിയമസമ്പ്രദായത്തിൽ പറയുന്നത് ട്രയൽ തന്നെയാണ് ശിക്ഷ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കോടതികളും ഈ നമ്മുടെ പോലീസും ഇൻവെസ്റ്റിഗേഷൻ സംവിധാനവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അരവിന്ദ് കെജ്രിവാളിനെ പോലെയോ അല്ലെങ്കിൽ ഹേമന്ത് സോറനെ പോലെ ആൾക്കാരുടെ കേസിൽ കണ്ടിട്ടുള്ള ഈ ട്രയൽ എന്നത് ശിക്ഷയാവുന്ന ഒരു അവസ്ഥ. പക്ഷെ അതിനെല്ലാം കൂടുതൽ കർക്കശമാക്കുന്ന വ്യവസ്ഥകളാണ് ഈ പുതിയ സമ്പ്രദായത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെപ്പറ്റി എന്താ പറയാം? ഒഫൻസിന്റെ അളവ് കൂടുമ്പോൾ നിയമങ്ങൾ കർക്കശമാകണം എന്നുള്ളൊരു അഭിപ്രായമാണ് എന്റെ പേഴ്സണലായി. When it is too high, and it is actually a detrimental or threatening to the community, the punishment also should be similar. അത് എന്നാലും നിയമത്തിന് പേടി വേണം. നിയമം അനുസരിക്കാൻ നമ്മളെല്ലാവർക്കും പേടിയുണ്ട്. ഇവിടെയുള്ള ഇപ്പം നിയമത്തിനായാലും സാമൂഹിക എല്ലാവരും തുറക്കുന്ന ഒരു കൺസേൺ എന്താണെന്ന് പറയാൻ, അത് മിസ്യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു പേടിയാണ്. ആക്ച്വലി അതിന് ഇപ്പോൾ സ്ഥലമില്ല. പക്ഷേ
ഈ കസ്റ്റോഡിയൽ പോലീസ് കസ്റ്റഡി 15 days 90 days മാറ്റിയിട്ടുണ്ട്. അത് എന്ത് അടിസ്ഥാനത്തിൽ ലെജിസ്ലേഷൻ, അതാണ് നമ്മുടെ പാരമൗണ്ട് എന്താ പറയുക, എവറി ലെജിസ്ലേഷൻ ഷുഡ് ബി ക്ലിയർ അബൌട്ട് വാട്ട് വാസ് ദ ഒബ്ജക്റ്റീവ്. എന്തിനു വേണ്ടിയാണ്, എന്താണ് അതിനൊരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണ്, എന്നാണ് നോക്കുക. നിയമ സാധുത ഉണ്ടോ ഇല്ലയോ. അപ്പൊ ഇതില് ഒബ്ജക്റ്റീവ് സോട്ട് ടു ബി അച്ചീവ്ഡ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ നിയമം ഗുഡ് ലോ ആവും. അങ്ങനെ പറയാനുള്ള വാദങ്ങളുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന അക്രമങ്ങളും അതുപോലെ തന്നെ ക്രിമിനൽ ഒഫൻസസ് ഒക്കെ തന്നെ വളരെ സ്ട്രീഞ്ചന്റ് ആയിട്ടുള്ള നിയമം വേണമെന്നുള്ള ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് ലോലെസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കൊണ്ട് ഒരു സംവിധാനം വരുന്നുണ്ട്. ഒരു സംസാരം ലോലെസ്നെസ് ഈസ് ദർ, ലോലെസ്നെസ് ഈസ് ദർ, ആർക്ക് വേണമെങ്കിൽ ആരെയും കൊട്ടാം. സ്റ്റേറ്റ് ഇൻസ്റ്റിഗേറ്റ് ചെയ്ത ലോലെസ്നെസ് ഉണ്ടല്ലോ, സ്റ്റേറ്റ് തന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ലോലെസ്നെസ് ഉണ്ട്. ഉദാഹരണത്തിന് ഉത്തർപ്രദേശില് ഈ ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന ഒരു സംവിധാനം, അതിന് യാതൊരു തരത്തിലുള്ള ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ഒരു തരത്തിലുള്ള വ്യവസ്ഥകളും പാലിക്കാതെ ഒരു സ്റ്റേറ്റ് റണ്ണിങ് നമുക്കാവുന്ന സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. അത്തരമൊരു സിറ്റുവേഷൻ അഡ്രസ് ചെയ്യുന്ന എന്തെങ്കിലും ഈ പുതിയ നിയമത്തിലുണ്ടോ? ഇപ്പം നിങ്ങൾ അവിടെ ഇരുന്ന ഒരു ജേർണലിസ്റ്റ് എന്ന് നിങ്ങൾക്ക് പറയാം, ഞാനൊരു അഭിഭാഷകനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പുറത്തു നിന്നിട്ടും പറയാം, നമുക്കൊരു സ്റ്റേറ്റ് സ്പോൺസേർഡോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസിസ്റ്റന്റ് ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അതിൻ്റെ മെറിറ്റ്സിൽ ഇതിലും കോടതികളും മറ്റുള്ള തീരുമാനിക്കട്ടെ. ഞാനിവിടെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഒരു ലാർജർ കോൺടെക്സ്റ്റിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പോലീസ് കസ്റ്റഡി 19 days എന്നുള്ളത് ഒരു അൺറീസണബിൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ അതുപോലെ തന്നെ നോക്കേണ്ടത് എന്താണെന്ന് പറയുക, അവിടെ വരുന്ന വേറൊരു രീതിയിൽ വരുന്ന ചെറിയ ചെറിയ ഒഫൻസസിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പിന്നെ ടെസ്റ്റ്, ചെറിയ തെറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ കമ്മ്യൂണിറ്റി സർവീസ് പണിഷ്മെന്റ് ആയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പുതിയ സംവിധാനം. അതുപോലെ ഒഫൻസസ്. അപ്പം എല്ലാ ഇതുണ്ട്. ഇപ്പൊ ഇതിന് എനിക്ക് തോന്നുന്നത് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒബ്ജക്ട് സോട്ട് ടു ബി അച്ചീവ്ഡ് വാസ് ടു മിനിമൈസ് ദ criminal activity or criminal tendency amongst the people, so that they may be afraid of what is happening and what is not, what can be the consequence. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു വലിയൊരു വിഷയം, എനിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിമൻ എഗൻസ്റ്റ് വിമനുള്ള ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. atrocities against women, അതിലുള്ള പണിഷ്മെന്റ് പീരിയഡ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഗാങ് റേപ്പിനും ഇതിനൊക്കെ തന്നെ ഈവൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വരെ ആവാം എന്നുള്ള ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോഴേ എന്തായാലും ഒരു വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമുക്കിത് കാണേണ്ടത്. പിന്നെ ഇതിലുള്ള സന്ദേഹങ്ങളൊന്നും നമ്മൾക്ക് മുമ്പോട്ട് പോകുമ്പോഴേ മനസ്സിലാവും. ഇതിൽ നിങ്ങൾ പറഞ്ഞതുപോലെ എന്തായാലും ഇത് ഒരു ലീഗൽ ഡിബേറ്റ് ഇതിനുണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു ലീഗൽ ക്വസ്റ്റ്യന് വരാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള ഇതിന്റെ ഈ ആക്ടിന്റെ ഒരു ഏറ്റവും വലിയൊരു ഇതായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞു, ഇന്നലെ വരെയുള്ള കാര്യ കേസുകളൊക്കെ തന്നെ പഴയ നിയമം അതാണ്. ഇന്ന് മുതലുള്ള ഇതിന് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല. അതാണ് ബേസിക്കായിട്ട് ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്, ചുരുങ്ങിയത് 30 വർഷത്തേക്ക് പഴയ നിയമത്തിന്റെ അനുരണനങ്ങൾ നമ്മുടെ നിയമ സമ്പ്രദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 30 എനിക്ക് വരാൻ ഒരു സാധ്യത ഒരു വിഷയം എവിടെയാണ് പറഞ്ഞത്. ഇതിപ്പം ലോ, ജുഡീഷ്യൽ സിസ്റ്റം is run by the 3 different systems, right? One is the security or safety system of police and other system, but the other one is the judicial imparting system, justice system imparting,
കോർട്ട്, അവിടെയെല്ലാം ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നേരത്തെയുള്ള ഈ FIR എഴുതുന്ന ആളുകൾ FIR എഴുതിയിട്ടുള്ള ഒരു സംവിധാനത്തിൽ വന്നു. ഇതൊക്കെ തന്നെ ഒരു ജഡ്ജ്മെന്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ജഡ്ജസിനുള്ള കൺഫ്യൂഷൻ വരുമെന്ന്. ജഡ്ജ്മെന്റ് എഴുതുന്ന സമയമാകുമ്പോഴേക്കും ഇത് പഴയ നിയമത്തിലുള്ളത് പുതിയ നിയമത്തിലാക്കുമോ, പുതിയ നിയമത്തിലുള്ളത് അങ്ങനെയുള്ള ഒരു ജുഡീഷ്യൽ കൺഫ്യൂഷൻ വരാനുള്ള ഒരു ജസ്റ്റിസ് കൺഫ്യൂസ്ഡ് ആകുമോ എന്നുള്ളത് ഒരു സംശയം ഇല്ലാതായി. പിന്നെ ഇതിലെ എവിഡൻസ് ആക്ടും ക്രിമിനൽ പ്രൊസീജിയർ കോഡും എനിക്ക് കൂടുതലായിട്ട് നോക്കാൻ സമയം കിട്ടില്ല. ഇപ്പോൾ ഇന്ന് വന്നിട്ട് ഇന്ത്യൻ പീനൽ കോഡിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ പുതിയ കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു കാര്യം തുറക്കുക പറയാൻ പറ്റുന്നത് വേറെ ആസ്പെക്ട് എന്നത് ആക്സിഡന്റ് കേസസ്, ഹിറ്റ് ഓവർ കേസസ്, ക്രിമിനൽ കേസ്, അതിനെല്ലാം തന്നെ ക്രിമിനൽ കേസ് ആവേണ്ടതാണ്. പക്ഷെ അതിലുള്ള ഒരു ഇത് കാണുന്നത് ഈ അതിന് ബെയില് കിട്ടാൻ ബുദ്ധിമുട്ടാവുന്ന ഒരു വിഷയം പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നത് ഏകദേശം UAE-യിലുള്ള നിയമം പോലത്തെ ഒരു നിയമമാണ്. UAE ഇപ്പം ആക്സിഡന്റിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, ആക്സിഡന്റ് നടന്ന് നല്ല ഗ്രീവസ് ഹേർട്ട് ആണെങ്കിൽ, ഇഞ്ചറി ഗ്രീവസ് ആണെങ്കിൽ തന്നെ ആ ഡ്രൈവറെ അതാരായാലും ഈ വിൽ ബി ഇൻ പോലീസ് കസ്റ്റഡി. പിന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടണമെങ്കിൽ ഇവരുടെ ഈ അപകടം പരിക്ക് പറ്റിയ ആളുകയോ അല്ലെങ്കിൽ അതിന്റെ മരണമാക്കിയാണെങ്കിലോ അതെല്ലാം എന്താ ഫൈനാലിറ്റി വന്നാൽ മാത്രമേ ജാമ്യം കിട്ടൂ. അപ്പൊ ഇവിടെ പലപ്പോഴും ഇന്ത്യയിൽ ഇങ്ങനെ ഇല്ലല്ലോ, ഇതാണ് ഇവിടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. പക്ഷെ അത് പലപ്പോഴും വളരെ ഒരു ഫലപ്രദമായ ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് ഓവർ ദ ഇയേഴ്സ് പിന്നീട് മനസ്സിലായത്. എന്തുകൊണ്ടാണ് ഡ്രൈവേഴ്സിന് കൂടുതൽ കോഷ്യസ്നെസ് ചെയ്യും. ആക്സിഡന്റ് ഉണ്ടാകുന്നതിൽ നിന്ന് ആക്സിഡന്റ് കുറയുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ഒരു അവയർനെസ്. അതേപോലെ നാട്ടിലും അത് ഈ പറഞ്ഞ ഇപ്പോൾ ഞാനൊരു ചെറിയ സംശയം ചോദിക്കാം. ഇപ്പൊ UAE-യുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പ്രത്യേകിച്ചും താങ്കൾ ഈ പല സ്ഥലങ്ങളിലും പല ഭൂഖണ്ഡങ്ങളിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ. ഇപ്പോ UK പോലുള്ള ഒരു സ്ഥലത്ത് അവിടെ ഭയങ്കര ലിബറലാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ, ഇൻക്ലൂഡിങ് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് അടക്കമുള്ള കേസുകളിലൊക്കെ വളരെ. ഇപ്പൊ നിങ്ങൾ പറയുണ്ടായി ഒരു കള്ളൻ പിന്നെ ഒരു വീട്ടിൽ കള്ളം മോഷ്ടിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ അയാളെ തല്ലിയാൽ. ഉദാഹരണത്തിന് എൻ്റെ സുഹൃത്ത് അയർലൻഡിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വളരെ വിചിത്രവും വളരെ ശ്രദ്ധേയമായൊരു അനുഭവം. അദ്ദേഹം ബെൽഫാസ്റ്റിൽ ഒരു ബസ്സിലിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ അയാളുടെ ബസ്സിന്റെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ 2 പോലീസുകാർ തടഞ്ഞു പിടിച്ചു അദ്ദേഹത്തോട് ഡോക്യുമെന്റേഷൻ, അയാളുടെ ഐഡന്റിറ്റി പേപ്പേഴ്സ് ചോദിക്കാം. അപ്പൊ അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞു, ഞാനത് വീട്ടിൽ വെച്ചുപോയി. അപ്പോൾ ഒരു പോലീസുകാരൻ കൈക്കൂട്ടി അടി കൊടുത്തു. അപ്പൊ ഈ മനുഷ്യൻ അയാളൊരു വാഗനേണ്ട പോലൊരു മനുഷ്യനാണ്, അയാൾ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അയാൾ ഉടനെ പറഞ്ഞു ഇയാൾ IRI മറ്റേ അയർലൻഡ് റവല്യൂഷണറി ആർമി എന്ന് പറഞ്ഞിട്ടുള്ള തീവ്രവാദ സംഘടനയുടെ ഭാഗമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോലീസുകാരൻ അടിക്കുന്നത്. അപ്പൊ ഈ പോലീസുകാരൻ അടിച്ചപ്പോൾ പോലീസുകാരനോട് ഇയാൾ പറഞ്ഞു I may be an IRA or may not be, but you can't touch me, that's not the law. ഞാൻ IRA അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് തന്നെ എൻ്റെ കയ്യിൽ അടിക്കാനുള്ള അധികാരമില്ല, അത് നിയമമല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഈ മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയിട്ടുള്ള ആക്സിഡന്റ് കേസുകളൊക്കെ താങ്കൾ പറഞ്ഞു ഈ UAE സമ്പ്രദായം ഒരു വളരെ പോസിറ്റീവായിട്ട് ആൾക്കാർക്ക് ഒരു കോഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്ട്രിഞ്ചന്റ് പണിഷ്മെന്റ് അവിടെ ഉള്ളത് കൊണ്ട് ആൾക്കാർ കുറെ കൂടെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുന്ന കാര്യം ചെയ്യും. UK-യിൽ ഈ കമ്പാരിസൺ എന്താണ്? UK-യിൽ ആൾക്കാർ ഈ നിയമങ്ങൾ വളരെ ഉദാരവും വളരെ ലളിതവുമായതുകൊണ്ട്, വളരെ ലിബറലുമായതുകൊണ്ട് അവിടെ ആൾക്കാർ കൂടുതലായിട്ട് അപകടം ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷമുണ്ടോ? ഇല്ല, UK-ക്കും വാക്സിൻ ഡ്രൈവിംഗൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അവിടെ സ്പീഡ് ലിമിറ്റിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഫൈനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ട്രാഫിക് റൂൾസും ഇതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് അവിടെ. അല്ലാതെ അങ്ങനെ ആർക്കും എന്തും ഓടിച്ച് അടിച്ച് ഇതാക്കാനൊന്നും പറ്റില്ല. അതില് അവിടെയൊക്കെ തന്നെ ഇപ്പോൾ മനുഷ്യ മാസ് വാട്ടർ കേസുകളൊക്കെ വരും. അതൊന്നും അവിടെ ഇതിന് നമ്മൾ ഈ പീനൽ കോഡിന്റെ അല്ലെങ്കിൽ പീനൽ കോഡ് എന്ന് പറഞ്ഞു
അത് കുഴപ്പമില്ല. നിങ്ങളെന്തൊക്കെ ഇത്തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ സൂക്ഷിച്ചു വേണം പ്രയോഗിക്കുന്നത്. അതൊക്കെ നാളെ വലിയ പ്രശ്നം. പ്രത്യേകിച്ച് UAE-യിലുള്ള ഒരു അഭിഭാഷകൻ ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പീനൽ കോഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ നാളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത കുറ്റങ്ങൾക്കുള്ള ശിക്ഷകളാണ്. കുറ്റങ്ങൾ എന്തൊക്കെയാണ് കുറ്റങ്ങളാണ് പ്രവചിക്കുന്നത്. അപ്പം കുറ്റങ്ങൾ നിർവചിച്ചിട്ട് അതിനുള്ള ശിക്ഷകളാണ് പറയുന്നത്. അപ്പം കുറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇതായിട്ടുള്ള എന്താണ് ഈ പിന്നെ നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞത് ഇവിടെ എവിടെയാണ് അയർലൻഡ് ഇന്ത്യയിലുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അതിന് അഭിപ്രായം പറയാൻ ആയിക്കോട്ടെ. ഇതിലുള്ള കേസിന് ഇവിടുത്തെ പുതിയ ഇതിൽ പ്രകാരം നമ്മൾ അങ്ങനെയുള്ള ആൾക്കൂട്ട വർഗം, ജാതി, അല്ലെങ്കിൽ റിലീജിയൻ, അല്ലെങ്കിൽ കാസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇത് വന്നിട്ട് എന്തെങ്കിലും ഒരു മോബ് അറ്റാക്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, മോബ് അറ്റാക്കിങ്ങിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളെ ഈവൻ ക്യാപിറ്റൽ പണിഷ്മെന്റിന് പ്രൊവിഷൻ ഉണ്ടാവില്ല. മനസ്സിലായോ? കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ബാധകമാണെന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ പറയുന്ന പേടിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പേടിക്കാൻ എത്തുന്നതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. Is introduced in the country and legislation is introduced in the country that is applicable for all, not for one particular community or one particular set of people or one particular state. All of India, always that. അപ്പൊ അതില് പറയുന്ന ഈ ഒരു വിഷയം വരുമ്പോൾ അതിലുണ്ടാവുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പം അല്ല, ഉദാഹരണത്തിന് ഇപ്പൊ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആസ് എ മാറ്റർ ഓഫ് പ്രിൻസിപ്പിൾ, അത് ക്യാപിറ്റൽ പണിഷ്മെന്റിനെ പറ്റിയുള്ള ഡിബേറ്റ് തന്നെ ഉണ്ടല്ലോ. വെദർ ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ. നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്തിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ നമ്മൾ വളരെ റെയറസ്റ്റ് ഓഫ് റെയർ കേസസിൽ മാത്രമേ ക്യാപിറ്റൽ പണിഷ്മെന്റ് പാടുള്ളൂ എന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവം. അതാണ് നമ്മുടെ സ്ട്രക്ചറിന്റെ ഭാഗം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഇത് പുതിയ തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷന് വഴിവെക്കുമോ എന്നുള്ളതാണ് ഈ ആശങ്കയുടെ ഒരു പ്രധാനപ്പെട്ട സാധനം. ക്യാപിറ്റൽ പണിഷ്മെന്റ് ഈവൻ ലൈഫ് ഇംപ്രിസൺമെന്റ് ഈസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള ഒരു ഡെഫിനിഷനിലാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ലൈഫ് ഇംപ്രിസൺമെന്റ് ആസ് വെൽ. ആയിക്കോട്ടെ. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് കൺഫൈൻ ടു ഡെത്ത് ഇംപ്രിസൺമെന്റ് ആണ്. പക്ഷേ ഇവരെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് പകരം ഒരു സിവിയർ പണിഷ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നതായിരിക്കാം. പിന്നെ പകരം ഡെത്ത് എന്നുള്ള പഴയ ഇതല്ല. പക്ഷേ when there are serious crimes committed, there has to be a provision for capital punishment, and that is subject to the judicial decision made by that particular judicial officer. So ഇവിടെ പോലീസിനെക്കാളും അധികാരം എപ്പോഴും വരുന്നത് ജുഡീഷ്യൽ ഓഫീസേഴ്സ്. പോലീസിനേക്കാളും ഇതിനിപ്പം അവകാശവും അല്ലെങ്കിൽ അധികാരവും അല്ലെങ്കിൽ കൂടുതലായിട്ട് വിവേചനാധികാരം ഉപയോഗിക്കുന്ന ജഡ്ജസ് ആണ്. Because they are it is upon their decision anything can be done. നേരത്തെ ഞാൻ നമ്മളൊരു അഭിഭാഷകൻ സംസാരിക്കുമ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ പല കേസുകളിലും പരോള് ഒഴിവാക്കിയിരിക്കുന്നു. എന്റെ ഒരു പോയിന്റ് എന്താ പറയുക, പരോള് ഒഴിവാക്കിയത് ആർക്കാ ഒഴിവാക്കിയിരിക്കുന്നത്? ഫൈൻസ് ഫ്രം ഗിൽറ്റി ഫോർ ഗിൽറ്റി പണിഷ്മെന്റ്. പിന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് പരോള് കൊടുക്കേണ്ടതാണെന്ന് ആക്ട് പറയുന്നു. ഇല്ലാതെ നിരപരാധികൾക്ക് പരോള് കൊടുക്കേണ്ടതല്ല. ഒരു പണിഷ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് പിന്നെ റിലാക്സേഷൻ ഒന്നും കൊടുക്കണ്ടെന്നുള്ളതാണ്. ബട്ട് എനിക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ലാർജർ കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴേ പലപ്പോഴും നല്ല നടപ്പിലൊക്കെ ഇപ്പൊ ഇവിടെ യുഎഇയിലൊക്കെ തന്നെ പല ക്രിമിനൽ കേസുകളിലും പെട്ട ആളുകളൊക്കെ പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേക ദിവസം, ഫോർ എക്സാമ്പിൾ ഈദിനൊക്കെ ആംനസ്റ്റി പോലെയായിട്ട് റൂളേഴ്സ് മാപ്പ് കൊടുത്തിട്ട് പുറത്തേക്ക് അയക്കുന്നുണ്ട്. അതൊരു എന്താ പറയുക പൊതുമാപ്പ് പോലെയാക്കിയിട്ട്
അത് വലിയ ക്രൈംസ് ഒന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ആക്സിഡന്റൽ കേസസിലോ, അതായത് ഇപ്പൊ നമ്മളിപ്പോ കാണില്ലേ നിമിഷം പ്രിയയുടെ കേസിൽ ഇത് പൈസ കളക്ട് ചെയ്യുന്നു, ഈ ബ്ലഡ് മണി പേ ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് വരുമ്പോഴേക്കും നമ്മുടെ പണ്ട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റ് പല രാജ്യങ്ങളും യുകെയിലെയും ഓസ്ട്രേലിയയിലൊക്കെ എടുത്തിട്ടാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത് പറഞ്ഞതുപോലെ ഈ സംഹിത അമെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിൽ നല്ല നല്ല നിയമങ്ങളുണ്ടോ, അത് നമ്മളുടെ രാജ്യത്തും എഴുതാൻ പറ്റുമെന്നുള്ള ഒരു ദീർഘകാഴ്ചപ്പാടുകൾ കൂടിയിട്ട് നോക്കിയിരുന്നെങ്കിൽ നിന്ന് ആശിച്ചു പോവുകയാണ്. അതായത് ഉദാഹരണത്തിന് ഈ പരോളിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനം, ഇപ്പൊ ഹരിയാനയിലെ റാം റഹീം എന്ന് പറയുന്ന ആൾദൈവം, അദ്ദേഹം ഈ ബലാത്സംഗം അടക്കമുള്ള കൊലപാതകം അടക്കമുള്ള കേസുകളിൽ ജയിലിൽ കഴിയുന്ന ആളാണ്. അയാൾക്ക് കിട്ടിയിട്ടുള്ള പരോളുകളുടെ ഒരു റെക്കോർഡാണ്. അയാൾ കഴിച്ച ഒരു 3 വർഷത്തിനുള്ളിൽ അയാൾക്ക് അത്ര 20 പരോളൊക്കെ കിട്ടി. അപ്പൊ അങ്ങനെ ഉള്ള ഈ പരോളിന്റെ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം ഈ പണ്ട് എഡ്മണ്ട് ബർക്ക് പറഞ്ഞ പോലെ ഈ നിയമം എഴുതി വെച്ചവർ എത്രമാത്രം കണിശമായി എഴുതി വെച്ചാലും ഇറ്റ് ക്യാൻ ഓൾസോ ബി ഒബ്സർവ്ഡ് ഇൻ ഇറ്റ്സ് ബ്രീച്ച്. അതിന്റെ ലംഘനം ഇംപ്ലിമെന്റിംഗ് സിസ്റ്റം, ഈ ഇംപ്ലിമെന്റേഷൻ അവരുടെ ഒരു വലിയൊരു റോൾ ഉണ്ട് ഇതിൽ. അതിലിപ്പോ സ്റ്റേറ്റ് പലപ്പോഴും അതിനെ ഒരു ചിലപ്പോൾ നിഷ്ക്രിയമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അത് പല രീതിയിലുള്ള എന്താ പറയുക അകാരണമായിട്ടുള്ള അഭീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതൊക്കെ പിന്നെ ചെക്സ് ആൻഡ് ബാലൻസസ് ചെയ്യുന്നത് തന്നെ ചെയ്തോ അത് ഹൈക്കോടതികളും സുപ്രീം കോടതികളുടെയും ഒരു മോണിറ്ററിങ് വരണമെന്നുള്ളതാണ്. അപ്പോൾ സിവിൽ പ്രൊസീജിയർ കോഡിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണേ. ഈ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള പ്രൊസീജിയർ കോഡിന്റെ പുതിയ പദല്ലോ ഈ സുരക്ഷ, ഭാരത് നാഗരിക് സുരക്ഷാ ന്യായത്തിന്റെ അത് നമുക്ക് നോക്കണം. ഇതിലുള്ള ഇവിടെയുള്ള ഇതിന്റെ പിന്നെ വേറൊരു വിഷയം എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്. ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഡെഫിനേഷൻ ആണുള്ളത്. പക്ഷെ അതിൽ പറയുന്നത്, ആ സെക്ഷനിൽ പറയുന്നത് ഈ അതുപോലെ തന്നെ ബോംബ് അതുപോലെയുള്ള ഇതുണ്ടാക്കുന്നത്, ബോംബ് ആക്രമണം അങ്ങനെയുള്ളതെല്ലാം തന്നെ അത് ടെററിസ്റ്റ് ആക്ടിവിറ്റി ഇതിലാണ്. അത് വളരെ സീരിയസ് ഒഫൻസ് ആയിട്ട് കാണുന്നു. ബോംബ് ഉൾപ്പെടെയുള്ളത് ഒരു സീരിയസ് ഒഫൻസ് ആയിട്ട് കാണുന്നു. ബോംബ് ആക്രമണം അല്ലെങ്കിൽ അതിൽ അങ്ങനെ വരുന്നത് സീരിയസ് ഒഫൻസ് ആയിട്ട് കാണുന്ന ഒരു സാഹചര്യം. അതിനകത്ത് പൊളിറ്റിക്കൽ സിറ്റുവേഷനിലും മറ്റുള്ള സിറ്റുവേഷനിലും അങ്ങനെ ഒരു നിയമം ഉണ്ടാവുന്നത് നല്ലതായിരുന്നു. പക്ഷെ അത് പ്രോപ്പർലി യൂസ്ഡ് ആവോ ഇല്ല എന്നുള്ളതാണ്. വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി വെദർ ദ ഇംപ്ലിമെന്റേഷൻ ഈസ് ദ പ്രോപ്പർലി. അത് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ എക്സാക്ട് കൊട്ടേഷൻ, the new laws will create a positive impact only if the required investments for infrastructure development and capacity building of forensic experts and investigating officers are made as soon as possible. അദ്ദേഹം വിഭാവനം ചെയ്തത് ഈ നിയമങ്ങൾ അത് ഗുണകരമായിട്ടുള്ള ഫലമുണ്ടാക്കണമെങ്കിൽ, അത് പ്രാവർത്തികമാക്കണമെങ്കിൽ അതിന് ആവശ്യമായ ഒരു നിക്ഷേപം, ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ബേസിക് ആയിട്ട് ഈ ലീഗൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇതും അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ഫോറൻസിക് എക്സ്പേർട്ട്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഫോറൻസിക് വിദഗ്ധരുടെ അടക്കമുള്ള അവരുടെ കപ്പാസിറ്റി ബിൽഡിംഗ് നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഈ പുതിയ നിയമങ്ങൾ കൊണ്ട് കാര്യമുണ്ടാവില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ അഭിപ്രായപ്പെട്ടത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ താങ്കളും ഈ മറ്റ് നിയമങ്ങളെല്ലാം വിശദമായി പഠിച്ചു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇതിലേക്ക് കടക്കുന്ന സമയത്ത് വലിയ ചരിത്രപരമായ ദിവസം എന്നൊക്കെ പറയാമെങ്കിലും ഇതിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ പഠനം ആവശ്യമാണ്, കൂടുതൽ വിശദമായ കാര്യങ്ങൾ ആവശ്യമാണ്. പിന്നെ ആത്യന്തികമായി നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഇംപ്ലിമെന്റേഷൻ ഏജൻസികൾക്ക് അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും അവർക്ക് മുന്നോട്ട് പോകാനും സാഹചര്യം ഇല്ലെങ്കിൽ ഈ നിയമങ്ങളെല്ലാം പണ്ട് പറഞ്ഞതുപോലെ ഏട്ടിൽ മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്നാണ് അതിന്റെ നമുക്കിപ്പോഴുള്ള തോന്നുന്നത്. അവിടെ ഉള്ള ഒരു കൺസേണോ അല്ലെങ്കിൽ ഒരു ഫിയറോ എന്താന്ന് പറയാൻ ഇതെല്ലാം തന്നെ മിസ്യൂസ് ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ ഇതൊരു പിന്നെ അഗൻസ്റ്റ് ഒരു ഇതായിട്ടുള്ള ഒരു നേരെ വിപരീതമായ ഫലം വരുമോ എന്നുള്ള ഒരു കൺസേൺ ഓഫ് ഫിയറോ ആണുള്ളത്.
എനിക്ക് തോന്നുന്നു അത് ഈ ഒരു ഘട്ടത്തിൽ അതിനൊരു ആവശ്യകതയില്ല. അല്ല, അതിൽ നിങ്ങൾ പറഞ്ഞ മറ്റേ ഇഷ്യൂ ഉണ്ട്. ഈ 10-30 കൊല്ലം ഈ പഴയ നിയമത്തിന്റെ മുകളിൽ കേസുകൾ നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുള്ള റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ലാത്തതുകൊണ്ട് അതും കൂടിയുള്ളതുകൊണ്ട് ഈ ജഡ്ജിമാരുടെ കൺഫ്യൂഷൻ ജുഡീഷ്യറിക്കകത്ത് പുതിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുമോ എന്ന് സംശയമുണ്ട്. എന്തായാലും നിയമം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നു, why judges are working 24/7. അവർക്ക് അതിനുള്ള സംവിധാനമില്ല, അവർക്ക് ജസ്റ്റിസ് ഇമ്പോർട്ടിങ്ങിനുള്ള ഇതില്ല. രാജ്യത്തുള്ള എല്ലാ ജഡ്ജിമാർക്കുള്ള പിന്നെ അവരുടെ കഠിനാധ്വാനം ചെയ്യുന്നത് ഓവർ ടൈമാണ്. അപ്പൊ എല്ലാ കോടതികളും നിങ്ങൾ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യൂ, എന്നിട്ട് ഇതിന് സിസ്റ്റം ആവട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഓരോ ഈ നിയമങ്ങൾ ഉണ്ടാക്കാൻ എന്തായാലും ലെജിസ്ലേഷൻ ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട് ഗവൺമെന്റ്. ഉള്ള ഒരു എന്താന്ന് പറഞ്ഞാലും കഴിഞ്ഞ ആ ഡിസംബർ 25-ന് ഇത് പാസ്സാക്കിയത്, ഡിസംബർ അവസാന വാരം കൊണ്ട് ഡിസംബർ 25-ന് പാസ്സാക്കുമ്പോൾ അതിന് പിന്നെ നമ്മളുടെ പ്രതിപക്ഷ നിന്നുള്ള MP-മാരൊന്നും ലോ മേക്കേഴ്സ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു flip side of this. But again, it was passed there, now it has become a law. So as you want, you'll have to abide by the law. And I think this is for നമുക്കൊരു വെൽഫെയർ സ്റ്റേറ്റ് നമ്മൾ ഇതിൽ കൂടി കാണുന്നത്. അത് ഏത് ഗവൺമെന്റ് ആയാലും അങ്ങനെ ആലോചിക്കും ജനങ്ങൾ. അത് പറയാൻ പറ്റില്ല. അത് ബേസിക്കായിട്ട് ഇപ്പൊ നിങ്ങൾ UAE-യുമായിട്ടുള്ള താരതമ്യം നടത്തുന്ന സമയത്ത് ഇത് നമ്മുടെ ഒരു ലീഗൽ ട്രഡീഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണോ? എന്തായാലും ഇത് താങ്കൾ പറഞ്ഞ പോലെ ഇപ്പം സുപ്രീം കോടതിയിൽ ഇതിനെതിരെ വന്നിട്ടുള്ള 2 PIL-കളും ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റിയുള്ള ആശങ്കകൾ, അവർ ജിറ്ററിയാണ്, അവർ ഈ ഒരു സംവിധാനത്തിലേക്ക് കടക്കുമ്പോൾ അവർ ജിറ്ററിയാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ അവരുടെ കൺസേൺസ് സർക്കാരിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമെന്നും അവര് അഭിഭാഷകരോട് നിങ്ങൾ സമരപന്ഥാവിലേക്ക് എടുത്ത് ചാടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനെ എത്രമാത്രം പോസിറ്റീവായിട്ട് നോക്കിക്കാണാൻ പറ്റുമോ നോക്കിക്കാണുക. പക്ഷെ എന്നാലും ഈ ആശങ്കകൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആശങ്കകളും ഈ ആശയക്കുഴപ്പത്തെ പറ്റിയുള്ള, അതായത് ജുഡീഷ്യറിക്കകത്ത് കടന്നു വരാൻ സാധ്യതയുള്ള ആശയക്കുഴപ്പത്തെ പറ്റിയുള്ള സംശയങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞതുപോലെ ഇതെല്ലാം ഓവർകം ചെയ്യാനുള്ള സിസ്റ്റംസ് ഉണ്ടാക്കാൻ, അതായത് ഇപ്പോൾ നമ്മുടെ ഡൽഹിയിലെ സമീപകാലത്തുണ്ടായിട്ടുള്ള വളരെ പ്രസിദ്ധമായി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി, അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞൊരു അണ്ടർ പാസിംഗ് നിറയെ വെള്ളം കയറിയിട്ടിപ്പോൾ അതിലൊരു വാഹനമോ പറ്റാത്ത സ്ഥിതിയാണ്. അയോധ്യയിൽ രാമമന്ദിർ ചോരുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരുപാട് പുതിയ വിമാനത്താവളങ്ങൾ തോർന്നുകൊണ്ടിരിക്കുകയാണ്, അതിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്, പാലങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതെ ഇത് മര്യാദയ്ക്ക് മുന്നോട്ട് പോയാൽ കൊള്ളാമായിരുന്നു എന്ന് മാത്രമാണ് നമുക്ക് ഈ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ഡെഫിഷ്യൻസീസ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ലീഗൽ സിസ്റ്റം ആകാതെ പോയാൽ കൊള്ളാം എന്ന് വേണമെങ്കിൽ നമുക്ക് ആശിക്കാം.